നടൻ മോഹൻലാലിന്റെ പുതിയ ചിത്രമായ ഒടിയന്റെ പൂജയും ഒപ്പം തന്നെ മകൻ പ്രണവ് മോഹൻലാലിന്റെ ചിത്രത്തിന്റെ പേരിടിയിലും തിരുവനന്തപുരത്ത് ഒരു സ്വകാര്യ ഹോട്ടലിൽ നടക്കുകയാണ്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മോഹൻലാൽ അടക്കമുള്ളവർ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പ്രണവ് മോഹൻലാലിന്റെ ആദ്യ ചിത്രം കൂടിയാണ് ഇത്. അതിന്റെ പേരിടിൽ കർമ്മവുമാണ് നടക്കുന്നത്. ജീവൻ ചേർന്നുണ്ട് വിവരങ്ങളുമായി. ജീവൻ ഒരുപക്ഷെ ഒരു കൗതുകകരമായ അല്ലെങ്കിൽ അപൂർവമായ ഒരു ചടങ്ങ് കൂടിയായിരിക്കും ഇത്. അച്ഛൻ്റെയും മകൻ്റെയും സിനിമയുടെ ഒരു സുപ്രധാനമായ നാന്നുകുറിക്കൽ ഒരേ വേദിയിൽ നടക്കുന്നു എന്നത്. ജീവൻ, എന്താണ് വിവരങ്ങൾ? സൗമ്യ സൂചിപ്പിച്ചത് ശരിയാണ്. ഒരുപക്ഷെ മലയാള സിനിമയിൽ ഒരു അച്ഛന്റെയും മകന്റെയും രണ്ട് സിനിമകളുടെ ഒരുമിച്ചുള്ള ഒരു സിനിമയുടെ പൂജയും മറ്റൊരു സിനിമയുടെ പേരിടൽ കർമ്മവും അല്പസമയത്തിനകം ആരംഭിക്കുകയാണ്. ആശീർവാദ് സിനിമയുടെ ബാനറിലാണ് ഇപ്പോൾ ഒടിയൻ എന്ന പുതിയ ചിത്രം പരസ്യ സംവിധായകനായ ശ്രീകുമാർ മേനോന്റെ ആദ്യ സംരംഭം ഈ കാര്യത്തിൽ തുടക്കം കുറിച്ചിരിക്കുന്നത്. ഒടിയൻ എന്നാണ് ആ സിനിമയുടെ പേര്. അതിന്റെ പേരിടൽ അതിന്റെ പൂജയാണ് അല്പസമയത്തിനകം തിരുവനന്തപുരത്തെ സ്വകാര്യ ഹോട്ടലിലെ പ്രൗഢഗംഭീരമായ ചടങ്ങിനെ സാക്ഷി നിർത്തിക്കൊണ്ട് നടക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ പ്രണവ് മോഹൻലാലിന്റെ പുതിയ ചിത്രത്തിന്റെ പേര് അല്പസമയത്തിനകം അനൗൺസ് ചെയ്യുകയും ചെയ്യും. രണ്ടും ഒരേ വേദിയിൽ വെച്ച് നടക്കുന്നു എന്നതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. ഈ ചടങ്ങിന് സാക്ഷ്യം വഹിക്കുന്നതിനായി താരപ്രമുഖരും താരരംഗത്തെ വളരെ പ്രമുഖരായ നേതാക്കന്മാർ, പ്രധാനപ്പെട്ട താരങ്ങളും അതോടൊപ്പം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അടക്കമുള്ള മന്ത്രി സാംസ്കാരിക മന്ത്രി എ കെ ബാലൻ അടക്കമുള്ള പ്രമാണിമാരും എല്ലാവരും തന്നെ ഈ ചടങ്ങിൽ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം ചടങ്ങുകൾ ആരംഭിക്കും. ചടങ്ങുകൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള വേദിയിലേക്ക് ഇപ്പോൾ ഇരിക്കേണ്ട ആളുകളെ ക്ഷണിക്കുകയാണ്. ജീവൻ, ഒരുപക്ഷെ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ടുപേരുടെയും കരിയറിലെ ഒരു സുപ്രധാനമായ ചിത്രങ്ങളാണ്. പ്രണവ് മോഹൻലാലിന്റെ ഒരു സിനിമാ മേഖലയിലേക്കുള്ള ഒരു പൂർണ്ണമായ കടന്നുവരവും മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം ഒടിയൻ എന്ന് പറയുന്നത് വളരെ, പ്രത്യേകിച്ച് പുലിമുരുകന് ശേഷം വലിയ ഒരു ബോക്സ് ഓഫീസ് ഹിറ്റ് പ്രതീക്ഷിച്ചുകൊണ്ടാണ് വലിയൊരു മേക്ക് ഓവർ ഒക്കെ നടത്തിയാണ് മോഹൻലാൽ ഒടിയനിലേക്കും എത്തുന്നത്. ഒരുപക്ഷെ ആ ഒരു പ്രാധാന്യം കൂടി കണക്കിലെടുത്താണോ ഇങ്ങനെ ഒരു ചടങ്ങ്, ഒരുമിച്ചൊരു ചടങ്ങ് നടത്താൻ, ഒന്നിന്റെ പൂജയും മറ്റൊന്നിന്റെ പേരിടിയിലും ഒരുമിച്ച് നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്? സൗമ്യ, അങ്ങനെ വേണം അനുമാനിക്കാൻ. കാരണം പ്രണവ് മോഹൻലാലിന്റെയും അടക്കമുള്ള ആളുകളുടെ ഇതിന്റെ അകത്ത് ഇത്തരം കാര്യങ്ങൾ അവർക്ക് കൂടുതൽ ഇത്തരം ഒരു താരശ്രദ്ധ ലഭിക്കുക എന്നത് തന്നെയാണ് ഈ കാര്യത്തിലുള്ള പരമപ്രധാനമായ കാര്യം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അതിന്റെ ചടങ്ങുകളാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ ഒരു മിനിറ്റത്തേക്ക് മൗനം ആചരിച്ചുകൊണ്ട് ഇതിന്റെ ചടങ്ങുകൾ ആരംഭിക്കുന്നതിന് മുമ്പായിട്ടുള്ള ഇഷ്ടപ്രാർത്ഥനയ്ക്ക് പകരമായി ഒരു മിനിറ്റ് മൗനം ആചരിച്ചുകൊണ്ട് ഇപ്പോൾ ചടങ്ങ് ആരംഭിച്ചിരിക്കുകയാണ്. സൗമ്യ, അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളിലേക്ക് തന്നെ പോകാമെന്ന് കരുതുന്നു. മോഹൻലാലിന്റെ ഏറ്റവും പുതിയ ചിത്രമായ ഒടിയൻ എന്ന സിനിമയുടെ പൂജയും ഒപ്പം തന്നെ പ്രണവ് മോഹൻലാൽ ചിത്രത്തിന്റെ പേരിടിൽ കർമ്മവുമാണ് നടക്കുന്നത്. തിരുവനന്തപുരത്താണ് ചടങ്ങ് നടക്കുന്നത്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളിലേക്ക്. എല്ലാവരോടുള്ള സ്നേഹം എന്താണെന്ന് കാണാൻ കഴിയുന്നുണ്ട്. എൻ്റെ മാധ്യമ സുഹൃത്തുക്കളായി വടക്കേരിയിരിക്കുന്ന എല്ലാ സഹപ്രവർത്തകരും എല്ലാവരോടും നന്ദി പറയുന്നു. ആദ്യം തന്നെ ആശീർവാദ് സിനിമാസിനെ കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യം തന്നെ ഇവിടെ ഇല്ല. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് എല്ലാവരും തന്നെ ആശീർവാദ് സിനിമാസിന്റെ കുടുംബാംഗങ്ങളും ആശീർവാദ് സിനിമാസിന്റെ നമുക്ക് മുൻപിൽ അവതരിപ്പിച്ചിട്ടുള്ള ചിത്രങ്ങളെല്ലാം ഒരുപാട് സ്നേഹിച്ചവരുമാണ്. എങ്കിലും രണ്ടുപേരെ 2000 ആണ്ടിൽ തുടങ്ങി 17 വർഷങ്ങളിൽ 21 ചിത്രങ്ങൾ, 21 മറക്കാനാവാത്ത കഥകൾ, കഥാപാത്രങ്ങൾ. ആശീർവാദ് സിനിമാസ് നരസിംഹം മുതൽ ഇതാ ഒപ്പം വരെ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ദൃശ്യവിസ്മയങ്ങൾ വളരെ വലുതാണ്. ആ ജൈത്യയാത്ര ഇതാ ഇവിടെ വീണ്ടും തുടരുകയാണ്. ആരുടെയും പേരെടുത്ത് ആവശ്യമില്ല. കാരണം no one needs an introduction. All are very special for the family. പക്ഷേ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് 2-3 പ്രധാന ചടങ്ങുകൾക്കാണ്. ആദ്യം തന്നെ ഒടിയൻ എന്ന ചിത്രത്തിന്റെ ടീസർ ലോഞ്ചും
അപ്പോൾ ലെറ്റ് മീ സ്പീക്ക് അബൌട്ട് ഒഡിയൻ ഫസ്റ്റ്. വാട്ട് ഈസ് ഒഡിയൻ? ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാവും ഒഡിയനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ കുട്ടിക്കാലത്ത് കേട്ടിട്ടുള്ള ഒഡിയൻ അല്ല ഈ ഒഡിയൻ എന്നാണ് പ്രോമിസ് ചെയ്യാനുള്ളത്. 52 hours, 5 million views. That's incredible. Incredible would be the least I could say about ODI. And ഇത്രയും കാലത്തിനിടയിൽ ഒരു മലയാളം സിനിമയ്ക്ക് പോലും ഇത്രയധികം വ്യൂസ് in this least time, it's outstanding, mind blowing. തീർച്ചയായും ഒഡിയൻ എന്ന ചിത്രത്തിന്റെ പോസ്റ്റേഴ്സ്, ടീസേഴ്സ് ഇതെല്ലാം നമ്മൾ വാർത്തകളിലൂടെയൊക്കെ നിരവധി വെബ്സൈറ്റ്സിലൂടെ ഫേസ്ബുക്കിലൂടെ ഒക്കെ കണ്ടു. ഒഡിയന്റെ ആദ്യത്തെ പോസ്റ്റർ നമുക്ക് മറക്കാൻ കഴിയില്ല. ലാലറ്റിന്റെ ട്രെൻഡി ഹെയർ കട്ട്, നമ്മെ വിസ്മയിപ്പിക്കുന്ന ആ ചിരി. പിന്നെ So next would be Mr. Anand Ottapalam. ശ്രീ ആനന്ദ് ഒറ്റപ്പാലം അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി നമ്മൾ സ്വാഗതം ചെയ്യുന്നത് ആശീർവാദ് സിനിമാസിന്റെ കുടുംബാംഗങ്ങളും വെൽവിഷേഴ്സും എന്നും ആശീർവാദ് സിനിമാസിനോടൊപ്പം ഉണ്ടായിരുന്ന ചില വ്യക്തികളെയാണ്. ശ്രീ ആനന്ദ് ഒറ്റപ്പാലത്തെ വേദിയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെയും ആദരവോടെയും സ്വാഗതം ചെയ്യുന്നു ഒടിയന്റെ പൂജാ ചടങ്ങിലേക്ക്. ഫാമിലി മെമ്പേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇനി വരാൻ പോകുന്ന എല്ലാ ഫാമിലി മെമ്പേഴ്സ് പോലെയാണ്. മുഹമ്മദ് അഷ്റഫ് സർ, പ്ലീസ് വെൽക്കം മിസ്റ്റർ മുഹമ്മദ് അഷ്റഫ് സർ. ശ്രീ VS മുഹമ്മദ് അഷ്റഫ്, രമ സാറിനെ വേദിയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇനി ഒടിയന്റെ ക്രൂവിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം തിരക്കഥാകൃത്ത് ശ്രീ ഹരികൃഷ്ണൻ. ഒരു വലിയ കയ്യടിയോടെ നമുക്ക് സ്വാഗതം ചെയ്യാം സംവിധായകൻ ശ്രീ ശ്രീകുമാർ മേനൻ. അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ അനുമോൻ തൊടുപുഴ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഒരുപാട് സ്നേഹത്തോടെ. വി മുരളീധരൻ സർ, പ്ലീസ്. ശ്രീ മുരളീധരൻ സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. മിനിസ്റ്റർ ശ്രീ ബാലൻ സർ. ഈ വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ എല്ലാവരുടെയും മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. And last but not the least, the man himself, Laleta. Ladies and gentlemen, let's welcome ഒടിയൻ എന്ന ചിത്രത്തിന്റെ എല്ലാമായ നമ്മൾ മലയാളികളുടെ എല്ലാമായ ശ്രീ ലാലേട്ടൻ. പ്രിയപ്പെട്ട ലാലേട്ടനെ സ്വാഗതം ചെയ്യുന്നു. നമ്മളോടൊപ്പം ക്ഷണിക്കേണ്ട ആവശ്യമില്ല എങ്കിൽ കൂടി ആന്റണി ചേട്ടനും വേദിയിലുണ്ട്. ആന്റണി പെരുമാൾ സാറിനും ഒരു വലിയ കൈയടി. നമ്മുടെ ഒരു കുടുംബാംഗം തന്നെയാണ് അദ്ദേഹം. ഇനി നമുക്ക് വിളക്ക് കൊളുത്തി ഒടിയൻ എന്ന ചിത്രത്തിന്റെ പൂജാ ചടങ്ങ് നമുക്ക് ആരംഭിക്കാം. വേദിയിലുള്ള വിശിഷ്ടാതിഥികൾ ഏവരും വിളക്കിലേക്ക് ദയവായി എത്തിച്ചേർന്ന് തിരി കൊളുത്തി ഒടിയന്റെ പൂജാ ചടങ്ങ് നിർവഹിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഒരു വലിയ കയ്യടി ആവട്ടെ. നമ്മളിപ്പോൾ കാണുന്നത് നമ്മൾ ഒരുപാട് കാത്തിരുന്ന ആ ചിത്രത്തിന്റെ വളരെ ഓസ്പിഷ്യസ് ആയ ഒരു മൊമെന്റ് ആണ്. വേദിയിലെ നിലവിളക്കിൽ തിരി തെളിയിച്ചുകൊണ്ട് ഒടിയന്റെ പൂജാ ചടങ്ങാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. നമ്മുടെ എല്ലാവരുടെയും കണ്ണുകൾക്കും ഫോട്ടോഗ്രാഫേഴ്സിനും ഒക്കെ വളരെ വിലപ്പെട്ട ഒരു നിമിഷമാണിത്. ഒടിയൻ എന്ന ചിത്രത്തിന് മനസ്സുകൊണ്ട് നമ്മൾ എല്ലാ ആശംസകളും നേരുന്നു. ഒടിയന്റെ പോസ്റ്റർ, ടീസേഴ്സ് ഇതെല്ലാം നമ്മൾ ഒരുപാട് കണ്ടതാണ്. അതുകൊണ്ട് മംഗളമായ പൂജാ ചടങ്ങാണ് ഇന്ന് ഈ വേദിയിൽ നമ്മൾ ഈ ദിവസം ആരംഭിക്കുന്നത്. ഒടിയന്റെ പൂജാ ചടങ്ങിലൂടെയാണ്. ദയവായി എല്ലാ അതിഥികളും നിലവിളക്കിൽ തിരി തെളിയിച്ച് പൂജാ ചടങ്ങ് നിർവഹിക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. വിളക്ക് തെളിയിക്കുന്നത് ശ്രീ അച്ഛൻകുഞ്ഞ്, ശ്രീ K. മാധവൻ, ശ്രീ എം. കുമാർ സർ,
അദ്ദേഹം എത്തിച്ചേർന്നിട്ടില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസൻസ്. അടുത്തതായി ശ്രീ ആനന്ദ് ഒറ്റപ്പാലം, ശ്രീ VS മുഹമ്മദ് അഷ്റഫ്, രമ സർ പ്രാർത്ഥനകളോടെ വിളക്കിൽ തിരിതെളിയിക്കുകയാണ്. ചിത്രത്തിൻ്റെ തിരക്കഥാകൃത്ത് ഹരികൃഷ്ണൻ, സംവിധായകൻ ശ്രീകുമാർ മേനൻ, ശ്രീ അനുമോൻ തൊടുപുഴ, ശ്രീ V മുരളീധരൻ, ബാലൻ സർ, മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി, പിന്നെ നമ്മുടെ എല്ലാമായ ശ്രീ ലാലേട്ടൻ, ഏവരും ചേർന്ന് പ്രാർത്ഥനകളോടെ ഒടിയൻ എന്ന ചിത്രത്തിന്റെ പൂജാകർമ്മം നിർവഹിക്കുകയാണ് ഈ വേദി. താങ്ക് യു സർ. പൂജാകർമ്മം നിർവഹിച്ചതിന് ഒരുപാട് നന്ദി. ഇതിലെ വിശിഷ്ടാതിഥികൾ, താങ്ക് യു സർ. താങ്ക് യു സർ. വളരെ നന്ദി. താങ്ക് യു. ഒടിയൻ എന്ന വളരെ കാത്തിരിക്കുന്ന, പ്രേക്ഷകർ ഏറെ കാത്തിരിക്കുന്ന ചിത്രത്തിന്റെ പൂജാകർമ്മമാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നടക്കുന്നത്. മോഹൻലാൽ നായകനാകുന്ന ഒടിയൻ എന്ന ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരെല്ലാം തന്നെ അവിടെയുണ്ട്. ജീവൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ജീവൻ, മോഹൻലാൽ അടക്കമുള്ള എല്ലാവരും അവിടെ ഈ ചടങ്ങിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടോ? എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? സൗമ്യ, ഒടിയൻ എന്ന ചിത്രത്തിന്റെ പൂജാകർമ്മം നടന്നിരിക്കുകയാണ്. അതിന്റെ ഔദ്യോഗികമായ ചടങ്ങുകൾ പൂർത്തീകരിക്കപ്പെട്ടു. ഇപ്പോൾ അതിന്റെ ടീസർ പ്രകാശനം ഓൾറെഡി നേരത്തെ പുറത്തു വന്നതാണ്. പക്ഷെ എന്നാൽ പോലും ഇപ്പോൾ അതിന്റെ ടീസർ പുറത്തു വരികയാണ്. മോഹൻലാലിനെ ഒരു പുതിയ ലുക്കിൽ അവതരിപ്പിക്കുന്ന ഇതാണ് ഒടിയന്റെ ടീസർ. അതാണ് അതിന്റെ ഫസ്റ്റ് ലുക്കാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മോഹൻലാലിന്റെ പ്രേക്ഷകർ നിറഞ്ഞ കൈയടിയോട് കൂടിയാണ് മോഹൻലാലിന്റെ ആ പുതിയ ലുക്കിനെ. മോഹൻലാൽ ചിത്രം ഒടിയന്റെ പൂജ നടന്നു. ഒപ്പം തന്നെ ഫസ്റ്റ് ലുക്ക് മോഷൻ പോസ്റ്റർ കഴിഞ്ഞ ദിവസം യൂട്യൂബിലൊക്കെ ഇത് റിലീസായിരുന്നു. ഇപ്പോൾ അത് ഔദ്യോഗികമായി റിലീസ് ചെയ്തിരിക്കുകയാണ്. അതിന്റെ ചടങ്ങാണ് ഇപ്പോൾ തത്സമയം നടന്നുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം പ്രണവ് മോഹൻലാലിന്റെ ചിത്രത്തിന്റെ പേരിടി ചടങ്ങും നടക്കുന്നതാണ് ഇതേ വേദിയിൽ തന്നെ. ജീവനിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. ജീവൻ, ഈ സിനിമയുമായി ബന്ധപ്പെട്ട ആളുകളെല്ലാം തന്നെ, മോഹൻലാൽ അടക്കമുള്ളവർ എല്ലാം തന്നെ എത്തിയിട്ടുണ്ടോ ചടങ്ങിൽ? ഈ ഒടിയൻ എന്ന ചിത്രത്തിന്റെ പ്രകാശനം അല്ലെങ്കിൽ പൂജയ്ക്ക് വേണ്ടി ഇവിടെ പ്രധാനപ്പെട്ട എല്ലാ പ്രധാനപ്പെട്ട ആളുകളും ഇവിടെയുണ്ട്. സിനിമയുടെ കേന്ദ്ര കഥാപാത്രമായ മോഹൻലാൽ, അതോടൊപ്പം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, സാംസ്കാരിക മന്ത്രിയായ AK ബാലൻ, പൗരപ്രമുഖന്മാർ, എല്ലാ പ്രധാനപ്പെട്ട താരനിര ഒന്നടങ്കം ഈ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കുന്നതിനായി ഇവിടെ തിരുവനന്തപുരത്ത് സ്വകാര്യ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോഴും ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. സൗമ്യ, ജീവൻ, ഒരുപക്ഷെ വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ് ഒടിയൻ. നമുക്കറിയാം, പുലിമുരുകന് ശേഷം മറ്റൊരു വലിയ ഹിറ്റിന് വേണ്ടി, മോഹൻലാലിന്റെ വലിയൊരു ഹിറ്റിന് വേണ്ടി ആരാധകർ കാത്തിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇങ്ങനെ വലിയ സസ്പെൻസ് ഒക്കെ ഒളിച്ചു നിർത്തിയുള്ള ഒരു ടീസറിന്റെ ആ വിധത്തിലുള്ള സൂചനകളൊക്കെ നൽകിക്കൊണ്ട് ഒരു ചിത്രം ഇറങ്ങുന്നത്. പക്ഷേ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം സുപ്രധാനമാണ് ഈ ഒരു മോഹൻലാൽ ചിത്രം. തീർച്ചയായും. കാരണം പുലിമുരുകൻ എന്ന ഒരു ബിഗ് ബജറ്റ് ചിത്രത്തിന് ശേഷം ഒരുപക്ഷെ മോഹൻലാലിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇതാണ് ഇപ്പോൾ സംവിധായകൻ ശ്രീകുമാർ മേനോൻ ഇപ്പോൾ സംസാരിക്കുകയാണ് ഒടിയൻ ചിത്രത്തെ കുറിച്ച്. ദൈവം ഒരു ഭയങ്കര സംഭവമാണ്. അദ്ദേഹം മഹാനാണ്. കാരണം 21 ചിത്രങ്ങൾ ശ്രീ ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ചിട്ടുണ്ട്. അതിൽ തികച്ചും പുതുമുഖനായ ഒരു സംവിധായകനെ അദ്ദേഹം ഇതുവരെ ഒരു സംവിധാനം ഏൽപ്പിച്ചിട്ടില്ല. ലാലേട്ടൻ്റെയും ശ്രീ ആന്റണി പെരുമ്പാവൂരിൻ്റെയൊക്കെ ധൈര്യം സമ്മതിച്ചിരിക്കുന്നു. കാരണം അതാണ് ഒരു ദൈവത്തിൻ്റെ ഒരു കളിയെന്ന് ഞാൻ പറയുന്നത്. കാരണം ഇതൊരു മുജ്ജന്മ പുണ്യമാണ് ഞാൻ കരുതുന്നു. കാരണം ഈ ജന്മത്തിൽ ഇത്രയൊക്കെ ഭാഗ്യം കിട്ടാൻ ഞാൻ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ കാരണവന്മാർ ചെയ്ത ഒരു മുജ്ജന്മ പുണ്യം എന്ന് ഞാൻ ഇതിനെ കരുതുന്നുള്ളൂ. ഒടിയൻ എന്ന് പറഞ്ഞാൽ ഞാനും ഹരിയേട്ടനൊക്കെ ഒടിയന്മാരുടെ കുടികുത്തി വാണ നാട്ടിൽ പാലക്കാടിൽ നിന്ന് വന്നവരാണ് ഞങ്ങൾ. കാരണം ഞങ്ങളുടെ പണ്ട് കുട്ടിക്കാലങ്ങളിൽ കേൾക്കുമായിരുന്നു, സന്ധ്യയാവണ കുട്ടി പുറത്തു പോകണ്ട, വാഴക്കൂട്ടത്തിൻ്റെ അടിയിലോ വെയിലിൻ്റെ അപ്പുറത്തോ ഒടിയന്മാർ ഒളിഞ്ഞു നിൽക്കുന്നുണ്ടാവും, ഒറ്റയ്ക്ക് നടക്കണ്ട വരമ്പത്ത് കൂടെ എന്നൊക്കെ കേട്ട മുത്തശ്ശി കഥകൾ കേട്ട് വളർന്ന ബാല്യമാണ് ഞങ്ങൾ രണ്ടുപേരുടെയും.
അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി യാദൃശികമായിട്ട് ഒരിക്കൽ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു ത്രെഡാണ് ഒരു ഒടിയൻ്റെ കഥ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരു സീൻ എഴുതാം എന്ന് പറഞ്ഞു. ഒരു സീൻ എഴുതിക്കൊണ്ടുവന്നു. ആ ഒരു സീനിൽ ഒരു സിനിമയുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു തിരക്കഥയുമായിട്ട് ഞങ്ങൾ വെറുതെ ഒരു റഫായ ഒരു സാധനമായിട്ട് ശ്രീ ആന്റണിയെ കാണാൻ പോയിരുന്നു. അപ്പോഴാണ് നമ്മൾ പുറമേ നിന്ന് കേട്ട ആന്റണിയും യഥാർത്ഥ ആന്റണിയും തമ്മിലുള്ള വ്യത്യാസം എനിക്ക് മനസ്സിലായി. കാരണം ആന്റണി പെരുമ്പാവൂർ എന്ന് പറഞ്ഞാൽ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും നല്ലൊരു സ്ക്രിപ്റ്റ് ഡോക്ടറാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനപ്പുറം അദ്ദേഹം ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ മോഹൻലാൽ ഫാനാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഇതിലൊരു സംഭവമുണ്ട്, പക്ഷേ അതിനെ ഇങ്ങനെയൊക്കെ ആക്കി കഴിഞ്ഞാൽ അത് നന്നാവും എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അദ്ദേഹം പറഞ്ഞ അങ്ങനെയൊക്കെ ആക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് കൊണ്ടുപോയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് നമുക്ക് ചെയ്യാം. ലാലേട്ടൻ അന്നുണ്ടായിരുന്നു. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു, ആന്റണി ഇതൊരു ചെറിയ പടമല്ല തോന്നുന്നു, കുറച്ച്. അപ്പോൾ ആന്റണി പറഞ്ഞൊരു വാക്ക് എന്നെ വല്ലാതെ കൊണ്ടു. കാരണം അദ്ദേഹം പറഞ്ഞു, ഈ പടത്തിന്റെ ബഡ്ജറ്റ് ഇട്ടിട്ടില്ല സാർ, ഈ പടത്തിന് എന്താണോ കോസ്റ്റ് ലാൽ സാർ, അതാണ് ഈ പടത്തിന്റെ ബഡ്ജറ്റ്. അതാണ് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ധൈര്യം. അങ്ങനെ അവിടെ നിന്ന് തുടങ്ങുകയാണ് ഒടിയന്റെ യാത്ര. അപ്പൊ ആരാണ് ഈ ഒടിയൻ? ഒരുപാട് മിത്തുകൾ കേട്ടിട്ടുണ്ട്, ഒരുപാട് ലെജൻഡ് നമ്മൾ കേട്ടിട്ടുണ്ട്. ആരാണ് ഈ ഒടിയൻ? ഒടിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ക്രൂരനായ ഒരു പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീയുടെ ഭ്രൂണം ഒരു മുളവടി കൊണ്ട് കുത്തി തുറന്ന് അതെടുത്ത് ചെവിയിൽ വെച്ച് ഒരു മന്ത്രം ജപിക്കുകയുമായി മാടായും കാളയായും പോത്തായും മൃഗമായും ക്രൂരമായ മൃഗമായും ആളുകളുടെ മുന്നിലേക്ക് ചാടി വീണ് പേടിപ്പിച്ചു കൊല്ലുന്നവരുമാണ് ഒടിയന്മാർ. ഇങ്ങനെ എത്ര കഥകളാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ ആരാണ് ഈ ഒടിയൻ? യഥാർത്ഥത്തിൽ പാരമ്പര്യമായി കിട്ടിയ ഒരു കല, ആ കലയെ അതിവിദഗ്ധമായി ഉപയോഗിക്കുകയും ആ കലയുടെ ഒരു എന്താ പറയാ ഒരു ഉച്ചായ സ്ഥാനങ്ങൾ ഓരോരോ ഒടിയന്റെ മനോധർമ്മം അനുസരിച്ച് അവരുടെ കഴിവനുസരിച്ചിട്ട് അവർ പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു അസാമാന്യ കായിക വിദഗ്ധനാണ് ഒടിയൻ. അപ്പൊ ഈ മിത്തിന്റെയും യാഥാർത്ഥ്യത്തിന്റെയും ഇടയിലുള്ള ഒരു ചെറിയൊരു അന്വേഷണം, ഒരു യാത്രയാണ് ഈ ഒടിയൻ. ഒറ്റ വാക്ക് പറഞ്ഞാൽ ഒരു പക്ക മാസ് ത്രില്ലർ. 5 പാട്ടുകൾ ശ്രീ ജയചന്ദ്രൻ സംഗീത സംവിധാനം ചെയ്ത് ശ്രീ റഫീഖ് അഹമ്മദ് എഴുതി, പിന്നെ എൻ്റെ മകൾ ലക്ഷ്മി ആദ്യമായി ഈ പടത്തിന് വേണ്ടി 2 പാട്ട് എഴുതിയിട്ടുണ്ട്. ലക്ഷ്മി തരപ്പ് അവൾ എഴുതിയ 2 പാട്ടുകൾ എഴുതി, മനോഹരമായ 4 പാട്ടുകൾ, 5 പീറ്റർ ഹെയിന്റെ സിഗ്നേച്ചർ സ്റ്റണ്ടുകൾ, ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ത്രസിപ്പിക്കുന്ന ലാലേട്ടന്റെ 5 ഡയലോഗുകൾ, ഇതെല്ലാം അടങ്ങിയ ഒരു മാസ് എന്റർടൈനർ. അതിനെ എങ്ങനെ കലാപരമായിട്ട് ഒന്ന് ചിട്ടപ്പെടുത്താം എന്നുള്ള ചെറിയൊരു ശ്രമത്തിൽ മാത്രമാണ് ഞാൻ. അപ്പോൾ എന്നെ ഭയപ്പെടുത്തുന്ന ഒറ്റതൊരു കാര്യം മാത്രമേ ഉള്ളൂ, ലാലേട്ടന്റെ ഫാൻസ്. അദ്ദേഹത്തിനെ ഭ്രാന്തമായി സ്നേഹിക്കുന്ന, അദ്ദേഹത്തിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിരിക്കുന്ന ലക്ഷക്കണക്കിന് ലാലേട്ടന്റെ ഫാൻസ്, അവർ എനിക്ക് ചിലപ്പോൾ മാപ്പ് തരില്ല ഇതിലെന്തെങ്കിലും പാളിയാൽ. ഒരു കുട്ടിയുടെ അച്ഛനാണ് ഞാൻ, ആ ഒരു പേടി മാത്രമേ മനസ്സിലുള്ളൂ. പിന്നെ എന്നെ സ്നേഹിക്കുന്ന, എന്നെ അനുഗ്രഹിക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ആളുകളോട് വന്നിട്ടുണ്ട്. അവരുടെ എല്ലാം സ്നേഹവും അനുഗ്രഹത്തിനും നന്ദി. എൻ്റെ അമ്മാവനും അമ്മായിയും വന്നിട്ടുണ്ട്, അവരെൻ്റെ അച്ഛനും അമ്മയും സ്ഥാനത്തുള്ളതാണ്. എൻ്റെ ഒരു ഗുരുനാഥൻ വന്നിട്ടുണ്ട്, എൻ്റെ സുഹൃത്തുക്കൾ വന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ ശക്തി, എൻ്റെ താങ്ങ്, തണല്, ക്ലീശേ വാക്കുകളാണ്, പക്ഷെ വേറെ വാക്കുകളൊന്നും പറയാനില്ലാത്തതുകൊണ്ട് പറയാണ്. എൻ്റെ ഭാര്യ ഷർമിള വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പേര് എന്നെ സ്നേഹിക്കുന്നു. ഉമ്മൻചാണ്ടി സാറും അങ്ങനെ ഒരുപാട് പേര്, മുരളിയേട്ടനും ബെന്നിച്ചേട്ടനും ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ എന്നെ ഇവിടെ വല്ലാതെ കുത്തി നോവിക്കുന്ന ഒരു അഭാവം ഉണ്ട് ഇവിടെ. CA പഠിച്ചുകൊണ്ടിരുന്ന ഞാൻ പരസ്യത്തിന്റെ ഭ്രാന്ത് പിടിച്ച് പരസ്യരംഗത്തിലേക്ക് വരുമ്പോൾ കലയും കച്ചവടവും നിനക്ക് പറഞ്ഞിട്ടില്ല മകനെ എന്ന് പറഞ്ഞ് എന്നെ തടഞ്ഞ 2 പേർ. അന്ന് എൻ്റെ ഉള്ളിലെ റിബൽ അവർ പറഞ്ഞത് കേൾക്കാതെ പരസ്യരംഗത്തേക്ക് എത്തുകയും അവർ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണെന്ന് വെറും 10 മാസത്തിനുള്ളിൽ മനസ്സിലാക്കുകയും ചെയ്ത് ഒരു 15 കോടി രൂപ കടം 22-ാം വയസ്സിൽ ഏറ്റുവാങ്ങിയവനാണ് ഞാൻ. അതിനുശേഷം അവർ പാരമ്പര്യമായി കിട്ടിയതും അവർ അവരുടെ ജീവിതത്തിൽ സമ്പാദിച്ചു കൂട്ടിയതായ എല്ലാ സമ്പാദ്യങ്ങളും എൻ്റെ കടം വീട്ടാൻ വേണ്ടി എനിക്ക് എഴുതി തന്നു.
മകൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടും കെടാവളക്ക് കൊളുത്തി വെച്ച് പൂജാമുറിയിൽ പ്രാർത്ഥിച്ച ഒരമ്മ. 150ഓളം ചെക്ക് കേസുകളിൽ, പത്രക്കാർ കൊടുത്ത ചെക്ക് കേസുകളിൽ, എനിക്ക് കിട്ടാത്ത കാശിൻ്റെ പേരിൽ എനിക്ക് കൊടുത്ത ചെക്ക് കേസുകളിൽ ഞാൻ ഓരോ കോടതികളിലും ജാമ്യമെടുക്കാൻ പോകുമ്പോഴും പോലീസ് സ്റ്റേഷനുകളിലും എനിക്ക് വേണ്ടി എൻ്റെ ഒപ്പം വന്ന ഒരു പ്രായം ചെന്ന മനുഷ്യൻ, എൻ്റെ അച്ഛൻ. ഈ മകൻ ഇങ്ങനെയൊന്നും നിൽക്കുന്നത് കാണാൻ കഴിയാതെ, അതിനുള്ള ഒരു ഭാഗ്യം കിട്ടാതെ, ആദ്യം എൻ്റെ അച്ഛൻ പോയി ICU ബെഡിൽ കിടക്കുമ്പോൾ എന്നോട് ചോദിച്ചു, നീ എന്ത് ചെയ്യും? ഞാൻ പോയാൽ എന്ത് ചെയ്യും എന്നാണോ ചോദിച്ചത്, അതോ നീ ജീവിതത്തിൽ എന്ത് ചെയ്യാൻ ചോദിച്ചത് എന്നുള്ള ഉത്തരം എനിക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല. അതേപോലെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഭഗവത്ഗീത നെഞ്ഞിൽ വെച്ച് ഉറക്കത്തിൽ നിന്നും എണീക്കാതെ പോയി എൻ്റെ അമ്മ. ആ രണ്ടുപേരുടെ അഭാവം ഞാൻ അറിയുന്നു. അതേപോലെ ഒരു അനുഗ്രഹത്തിൻ്റെ ഒരു നനുത്ത കൈത്തലം എൻ്റെ തലയിൽ ഞാൻ അനുഭവപ്പെടുന്നു. എനിക്കിപ്പോൾ പറയാനുള്ളത്, ദൈവങ്ങളുടെ അനുഗ്രഹം ലാലേട്ടനും ആൻ്റണിക്കും എന്തായാലും ഉണ്ടാകും. അതിനോടൊപ്പം തന്നെ ഈ രണ്ട് ആത്മാക്കളുടെ സ്നേഹവും അവരുടെ അനുഗ്രഹവും പുണ്യവും നിങ്ങളോടൊപ്പം ഉണ്ടാവും. കാരണം നിങ്ങളിവിടെ ഒരു സംവിധായകനെയല്ല സൃഷ്ടിക്കുന്നത്, പൂർത്തീകരിക്കാതെ പോയ ഒരു മോഹവുമായി മരിച്ചുപോയ രണ്ട് ധന്യാത്മാക്കളുടെ ഒരു സ്വപ്നമാണ് നിങ്ങൾ സാക്ഷാത്കരിക്കുന്നത്. ഓഡിയൻ്റെ മേലും ഒരു അനുഗ്രഹമായി, ഒരു വഴിവിളക്കായി അവരുടെ അനുഗ്രഹം ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ശ്രീകുമാർ സർ. താങ്ക് യു ഓൾ ഡിഗ്നിറ്ററീസ്. വേദിയിലെത്തിയ ഈ പൂജാ ചടങ്ങിൽ പങ്കാളിയായ എല്ലാ വിശിഷ്ടാതിഥികൾക്കും നന്ദി. താങ്ക് യു സർ. താങ്ക് യു. ഒരല്പം നമ്മളൊക്കെ സീരിയസ് ആയി, ഇമോഷണലായി എന്നറിയാം. എങ്കിലും ഒരല്പം ആവേശം തിരിച്ചു പോരട്ടെ. എന്തായാലും ശ്രീകുമാർ സാറിന്റെ ഭയം ഒക്കെ വളരെ അനാവശ്യം തന്നെയാണ്. ലാലേട്ടന്റെ ഫാൻസ് എന്ന് പറഞ്ഞ ഒരു വിഭാഗമില്ല. നമ്മൾ മലയാളികൾ എല്ലാവരും എന്ന് തന്നെ പറയേണ്ടി വരും അല്ലെ. നമ്മളെല്ലാവരും തീർച്ചയായും ഓഡിയൻ റേഞ്ചിലേക്ക് ഏറ്റും അത് വളരെ വളരെ സ്നേഹത്തോടെ തന്നെ നമ്മൾ സ്വീകരിക്കുമെന്ന കാര്യത്തിൽ ഒരു ഭയത്തിന്റെയും ആവശ്യമില്ല. ഓൺ ദാറ്റ് നോട്ട് അല്ല പറയുന്നത്, ലാലേട്ടൻ എന്ന് പറയുന്നൊരു വികാരമാണ് ആക്ച്വലി. തീർച്ചയായും ഒടിയൻ എന്ന ചിത്രത്തിന്റെ പൂജാ ചടങ്ങും ബാക്കി ചടങ്ങുകൾ ഇവിടെ പൂർത്തിയാവുകയാണ്. പക്ഷേ പോകുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് ടെക്നീഷ്യൻസിന്റെ കാര്യം കൂടെ പറയാം. പീറ്റർ ഹെയ്ൻ, ശ്രീകുമാർ സർ പറഞ്ഞ പോലെ പീറ്റർ ഹെയ്ൻ ആണ് ഇതിന്റെ ആക്ഷൻ കൈകാര്യം ചെയ്തിരിക്കുന്നത്. മേക്കപ്പ് ശ്രീ റോഷൻ സർ, പ്രൊഡക്ഷൻ കൺട്രോളർ സജി ജോസഫ്, മ്യൂസിക് as you guys know, lyrics Rafiq Ahmed sir and Lakshmi Srikumar as he said, and art Prashant Madhav, and the rest you guys know. A big round of applause for this crew. നാളത്തെ സൂപ്പർ ഹിറ്റിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകളുടെ പേരുകളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. താങ്ക് യു സോ മച്ച് ഓൾ ഓഫ് യു. ഇനി നമ്മുടെ ഇന്നത്തെ അടുത്ത ചടങ്ങിലേക്ക് നമുക്ക് കടക്കാം. ഒരുപാട് നാളായിട്ട് നമ്മൾ മലയാളികൾക്ക് ഒരു ചോദ്യമുണ്ട്. നമ്മൾ മലയാളികൾ 2 ദശാബ്ദമായി മുൻനിര സംവിധായകൻ എന്ന് മനസ്സിൽ തീർച്ചപ്പെടുത്തിയ ഒരു സംവിധായകനുണ്ട്. അദ്ദേഹവും ഒരു ലാലാണ്. സംവിധായകൻ എന്ന ലാലും നമ്മുടെ പ്രിയപ്പെട്ട ലാലും രണ്ടുപേരും ഒന്നിച്ച് എന്ന് നമുക്ക് കാണാൻ കഴിയും എന്നൊരു ചോദ്യം നമ്മുടെ എല്ലാവരുടെ മനസ്സിൽ എന്നും ഉണ്ടായിരുന്നു. ഞാൻ ഏത് ചിത്രത്തെക്കുറിച്ചാണ് പറയുന്നത് എന്ന് ഒരുപക്ഷെ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. നമ്മളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരവുമായി പുതിയ വെളിപാടുകളുമായി ഇതാ വേദിയിലേക്ക് നമ്മുടെ എല്ലാവരുടെയും കാഴ്ചകൾക്ക് മുന്നിൽ എത്തുന്നു സംവിധായകൻ ലാൽ ജോസും നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടനും ഒന്നിക്കുന്ന വെളിപാടിന്റെ പുസ്തകം. വെളിപാടിന്റെ പുസ്തകം എന്ന ചിത്രത്തിന്റെ പോസ്റ്റേഴ്സ് നമ്മൾ എല്ലാവരും കണ്ടതാണ്. ഇത്രയധികം അപ്ഡേറ്റ്സ് എല്ലാ ദിവസവും എന്താണ് അവിടെ ഷൂട്ടിൽ നടക്കുന്ന ഇത്രയധികം അപ്ഡേറ്റ്സ് വന്ന് റീസെന്റ് ഇറങ്ങിയ ഒരു മൂവി ഞാൻ കണ്ടിട്ടില്ല. എല്ലാ ദിവസവും മേ ബി ട്രിവാൻഡ്രത്തുള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു, എല്ലാ ദിവസവും അതിന്റെ അപ്ഡേറ്റ്സ്. കാരണം സ്ക്രിപ്റ്റിൽ എന്താണ് നടക്കാൻ പോകുന്നത് ആർക്കും മനസ്സിലാകുന്ന ലാലേട്ടന്റെ പല വിഷ്വൽസ് വരുന്നത് ഒരു രക്ഷയില്ല. സോ പ്ലീസ് വെൽക്കം മിസ്റ്റർ ലാൽ ജോസ് സർ, the director. വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം അനുഗ്രഹീത സംവിധായകൻ ശ്രീ ലാൽ ജോസ്. ഒപ്പം വെളിപാടിന്റെ പുസ്തകം എന്ന ചിത്രത്തിന്റെ തിരക്കഥാകൃത്ത് ശ്രീ ബെന്നി പി നായരമ്പലം. അദ്ദേഹം എത്തിച്ചേർന്നിട്ടില്ല, അദ്ദേഹം എത്തിയിട്ടില്ല. എന്തായാലും ലാൽ സർ,
ഈ ചിത്രത്തിൻ്റെ പോസ്റ്റേഴ്സ് നമ്മളെല്ലാവരും കണ്ടു. നമ്മുടെ ഇടതും വലതുമായിട്ട് ഈ ഹാളിൽ തന്നെ പോസ്റ്റേഴ്സ് ഉണ്ട്. എങ്കിലും ചിത്രത്തിൻ്റെ ടീസർ ഫോർ ദി ഫസ്റ്റ് ടൈം ഇന്ന് ഈ വേദിയിൽ നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. അത് കാണുന്നതിന് മുൻപായിട്ട് ചിത്രത്തിൻ്റെ വിശേഷങ്ങളെക്കുറിച്ച് 2 വാക്ക്. വെളിപാടിൻ്റെ പുസ്തകം ശരിക്കും ഞാൻ ഈ വേദിയിൽ മൈക്ക് പിടിച്ച് നിൽക്കുന്നതിൽ ഇത്തിരി പ്രശ്നമുള്ള ആളാണ്. സംസാരം വിക്കൊക്കെ സ്റ്റേജിൽ വരുമ്പോൾ വരും. ഏതായാലും ഒരു സ്വപ്ന സാക്ഷാത്കാരാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വെളിപാടിൻ്റെ പുസ്തകം. കഴിഞ്ഞ 19 വർഷങ്ങളായിട്ട് എവിടെ ചെന്നാലും, ലോകത്തിൻ്റെ ഏത് കോണിൽ ചെന്നാലും ഞാൻ നേരിട്ടുകൊണ്ടിരുന്നൊരു ചോദ്യമാണ്, എന്നാണ് ലാലേട്ടനായിട്ടൊരു സിനിമ, എന്തുകൊണ്ടാണ് നിങ്ങൾ തമ്മിലൊരു സിനിമ ഇല്ലാത്തത്, അതിൻ്റെ പുറകിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഒന്നുമില്ല, നല്ലൊരു കഥ എനിക്ക് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് മാത്രമാണ്. ഞാൻ അസിസ്റ്റൻറ്റ് ഡയറക്ടർ ആയിരിക്കുമ്പോഴും അസോസിയേറ്റ് ഡയറക്ടർ ആയിരിക്കുമ്പോഴൊക്കെ അദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്തിട്ടുണ്ട്. അന്ന് നല്ല ബന്ധമുണ്ടായിരുന്ന ആളാണ്. പിന്നീട് അദ്ദേഹത്തിന് വിശ്വാസം തോന്നുന്നൊരു കഥ എനിക്ക് പറയാൻ പറ്റിയില്ല എന്നുള്ളതാണ് സത്യം. ഏതായാലും ഇപ്പോൾ ആ കാത്തിരിപ്പ് അവസാനിക്കുകയാണ്. വെളിപാടിൻ്റെ പുസ്തകം എൻ്റെ കരിയറിലെ ഏറ്റവും വലിയ പരീക്ഷണമായിട്ടാണ് ഞാനും കരുതുന്നത്. കാരണം ഇത്രയും കാലത്തിന് ശേഷം ഒരു സിനിമ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതീക്ഷകളെ ഞാൻ ഭയപ്പെടുന്നുണ്ട്. എന്നാലും ഒരു നല്ല സിനിമയാവാനാണ് ശ്രമിക്കുന്നത്, രസകരമായിട്ടുള്ളൊരു സിനിമയാവാനാണ് ശ്രമിക്കുന്നത്. ലാലേട്ടൻ്റെ 2 വ്യത്യസ്തമായിട്ടുള്ള മുഖങ്ങളുണ്ടാവും ആ സിനിമയിൽ. കഥയും ഇതുവരെ പറഞ്ഞിട്ടില്ലാത്ത രീതിയിലുള്ളൊരു കഥയാണെന്നാണ് ഞങ്ങൾ കരുതുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഒരു SSLC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോഴാണ് ഇതിനു മുമ്പ് ഇത്രയും ടെൻഷൻ അവസ്ഥയിലാണ്. ഏതായാലും ടീസർ കാണാം. ടീസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഭയങ്കര സംഭവമൊന്നുമില്ല. ഒടിയൻ്റെ ഒക്കെ കണ്ടിട്ട് പേടിച്ചിരിക്കുക. ഒരു സിനിമ, ഞാൻ 22 സിനിമ ചെയ്തിട്ടുണ്ട്. ഇതെൻ്റെ 23ാമത്തെ സിനിമയാണ് ലാലേട്ടൻ അഭിനയിക്കുന്നത്. ഒരു സിനിമ എങ്ങനെ ലോഞ്ച് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ആദ്യമായിട്ട് ഇപ്പോഴാണ് മനസ്സിലാക്കണം. എൻ്റെ സിനിമയ്ക്ക് പലപ്പോഴും പൂജ ഉണ്ടാവില്ല. ഇതിന് ടീസർ എന്ന് പറഞ്ഞ പരിപാടിയില്ല. ഫേസ്ബുക്കിൽ അറിയാണ്ട ലൊക്കേഷനിൽ നിന്ന് ആരെങ്കിലും അപ്ലോഡ് ചെയ്തൊരു സാധനം അങ്ങനെ അങ്ങോട്ട് പോകും. റിലീസ് ചെയ്യുന്ന ദിവസമാണ് നമ്മുടെ, അത് കഴിഞ്ഞിട്ടാണ് നെട്ടോട്ടം. എല്ലാ ചാനലുകളിലും ഓടിയിട്ട് ഈ സിനിമ നല്ലതാണ്, കാണണേ എന്നുണ്ട്. പണ്ട് വെടിവെക്കുകയും ഠോ എന്ന് ശബ്ദം ഉണ്ടാക്കുകയും ചെയ്യേണ്ട ഒരവസ്ഥയുണ്ട് ഇപ്പോൾ സംവിധായകർക്ക്. സിനിമ ചെയ്യാനറിഞ്ഞാൽ മാത്രം പോരാ. സിനിമ ഇത് വരുന്നതിന് മുമ്പ് ഞാൻ ചെയ്യാൻ പോകുന്ന സാധനം അതിഭയങ്കരമാണെന്ന് ഞാൻ തന്നെ പറയേണ്ട ഒരു അവസ്ഥയുണ്ട്. കാരണം കാലം മാറി. ഇനി അടുത്ത സിനിമ ഞാൻ എന്തായാലും ഒടിയൻ പ്രസന്റ് ചെയ്യുന്ന പോലെ ടീച്ചറുകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് നന്നാവട്ടെ. ഒടിയൻ ഗംഭീരമാവട്ടെ. പക്ഷെ എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഏറ്റവും ഗംഭീരമായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് ഒരു ചരിത്ര മുഹൂർത്തത്തിനാണ്. അടുത്ത സസ്പെൻസ് ആണ്. അയ്യോ എനിക്കറിയാം, എല്ലാവർക്കും അറിയാവുന്ന ഒരു സസ്പെൻസ് ആയതുകൊണ്ട് ഏതായാലും ഞാനതിനി പറയുന്നില്ല, പറഞ്ഞ് അതിൻ്റെ ഒരു ഭംഗി കളയുന്നില്ല. ഞാനും അതിനു വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത്. ആ ഒരു മൊമെന്റിൽ ഞാനും ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതായിരിക്കും ഭാവിയിൽ എനിക്ക് അഭിമാനത്തോട് പറയാൻ പറ്റുന്ന ഒരു കാര്യം. വെളിപാടിൻ്റെ പുസ്തകം ടീച്ചർ ഒരു കൊച്ചു ടീച്ചറാണ്, അതിൽ കാണാം. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു സർ. ലാൽജി സർ പറഞ്ഞതുപോലെ തന്നെ ടീസർ നമുക്ക് കാണാം. അതിനു മുൻപായി ഈ ചിത്രത്തിന്റെ തിരക്കഥാകൃത്ത് ശ്രീ ബെന്നി പി നായരമ്പലം, അദ്ദേഹത്തിന് ഇന്ന് നമ്മളോടൊപ്പം എത്തിച്ചേരാൻ സാധിച്ചില്ല. ഇതിന് വിഷ്ണു ശർമ്മയാണ് ക്യാമറ ചലിപ്പിച്ചിരിക്കുന്നത്, ഒപ്പം ഷാൻ റഹ്മാന്റെ ഗാനങ്ങളും. ഒരു നിമിഷം ഇവരുടെ പേരുകൾ പറയേണ്ടത് ആവശ്യമാണെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് പറയുന്നത്. സോ നൗ ലെറ്റ്സ് ഗോ ഫോർ ദ ടീസർ ഓഫ് വെളിപാടിന്റെ പുസ്തകം. For the first time taking a look at the teaser of വെളിപാടിന്റെ പുസ്തകം. ഇതാ വെളിപാടിന്റെ പുസ്തകം എന്ന ചിത്രത്തിന്റെ പോസ്റ്റർ നമുക്കൊന്ന് കാണാം. സഹിക്കും അല്ലേ? നമ്മൾ എങ്ങനെയായിരിക്കും ഈ ചിത്രത്തെ നെഞ്ചിലേക്ക് ഏറ്റുക? പക്ഷേ
നമ്മളിത് സ്വീകരിച്ചേ പറ്റൂ. കാരണം എന്ത് എന്നുള്ളത് നമുക്ക് നോക്കിക്കാണാം. Sorry to interrupt. Photographers, please on the side. Please. ഫോട്ടോഗ്രാഫിക്കുള്ള ടൈം നമ്മൾ അനുവദിക്കാം. ഇപ്പൊ മാത്രം ഫോട്ടോ സെഷൻ ഉണ്ടല്ലോ, ഡെഫിനറ്റ്ലി. താങ്ക് യു സോ മച്ച്. മലയാള സിനിമയെ സ്നേഹിക്കുന്ന നമ്മളെല്ലാവരും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഫേസ്ബുക്കിലൂടെയും വെബ്സൈറ്റ്സിലും ഗൂഗിളിലും ഒക്കെ ഇദ്ദേഹത്തിന്റെ മുഖം കാണുമ്പോൾ നമ്മൾ പലപ്പോഴും ഒരു ചോദ്യം ചോദിക്കാറുണ്ട്: ഇദ്ദേഹം ഇനി എന്നാണ് സിനിമയിലേക്ക്? ഈ ചോദ്യത്തിന്റെ ഉത്തരമാണ് ഇനി ഈ വേദിയിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഈ വേദിയിൽ ഇന്ന് നമ്മൾ ഒടിയന്റെ പൂജാ ചടങ്ങ് കണ്ടു, വെളിപാടിന്റെ പുസ്തകത്തിന്റെ ടീസർ കണ്ടു. പക്ഷെ ഇതിനൊക്കെ അപ്പുറം ഈ വേദി നിറഞ്ഞു നിൽക്കുന്നത് ഗുരുത്വവും സൗഹൃദവും കൂടിയാണ്. കാരണം ഇന്ന് ഈ വേദിയിൽ ലാലേട്ടന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമുണ്ട്, ഒപ്പം നമ്മൾ ഇനി കാണാൻ പോകുന്ന ആളുടെ ഗുരുസ്ഥാനീയരുമുണ്ട്. തീർച്ചയായും ഈ വേദി തന്നെയാണ് ഇദ്ദേഹത്തെ ആദ്യമായി നമ്മൾ ലോഞ്ച് ചെയ്യാൻ അല്ലെങ്കിൽ കാണാൻ ഏറ്റവും അനുയോജ്യമായ വേദി. കൂടുതൽ ഞാൻ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ഞങ്ങൾ പറയുന്നതിനെക്കാട്ടിലും ആ പേര് നിങ്ങൾ തന്നെ പറയുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്കൊരു സംശയവുമില്ല. സോ ലെറ്റ്സ് give a loud round of applause and launch for the first time in Malayalam films the one and only Pranav Mohanlal. വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. പ്രണവ് മോഹൻലാൽ വളരെ എളിമയോടെ നമ്മളോടൊന്നും എന്നെക്കുറിച്ചാണോ ഈ പറയുന്നതൊക്കെ എന്ന അച്ഛൻ്റെ അതേ എളിമ തന്നെയാണ് മകനുമുള്ളത്. പ്രണവിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പക്ഷേ ഹീസ് നെവർ കംപ്ലീറ്റ് വിത്തൗട്ട് ദി കംപ്ലീറ്റ് ആക്ടർ ഹിംസെൽഫ്, ശ്രീ മോഹൻലാൽ. അദ്ദേഹത്തിന്റെ പിതാവും ദി കംപ്ലീറ്റ് ആക്ടർ ലാലേട്ടനോടൊപ്പം മകൻ പ്രണവ് മോഹൻലാൽ വേദിയിലേക്ക് കടക്കുന്നു. ഇന്ന് ജൂലൈ 5, 2017 മലയാള ചരിത്രത്തിൽ ഒരുപക്ഷെ നമ്മൾ മറക്കാനാവാത്തൊരു ദിവസമായി മാറും. ഇത് ചരിത്രമാണ് ഈ വേദിയിൽ നമ്മൾ കാണുന്നത്. അച്ഛനും മകനും ഒരുമിച്ച വേദിയിൽ മകന്റെ ആദ്യ ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി. Let's give a loud round of applause to Shri Mohanlal and Pranav Mohanlal. ഒപ്പം തന്നെ വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം ചിത്രത്തിലെ സംവിധായകൻ ജിത്തു ജോസഫ്. സർ, പ്ലീസ്. മലയാളത്തിന് എക്കാലത്തെയും ഹിറ്റുകൾ സമ്മാനിച്ച ദി മാൻ ബിഹൈൻഡ് ഓൾ ദി ത്രില്ലർ മലയാളം മൂവീസ്, ദി ബെസ്റ്റ് മലയാളം മൂവീസ് എവർ, ശ്രീ ജിത്തു ജോസഫ് ലോഞ്ചിങ് പ്രണവ് മോഹൻലാൽ. പ്രണവ് മോഹൻലാൽ, എ മാൻ വിത്ത് ഫ്യൂ വേർഡ്സ്. ഇത്രയും കാലം അങ്ങനെ തന്നെയായിരുന്നു അദ്ദേഹം. ആ സസ്പെൻസ് ഇന്നും ഞങ്ങൾ പൊളിക്കുന്നില്ല. ഹി വിൽ ബി സ്പീക്കിംഗ് ഓൺലി ഓൺ സ്ക്രീൻ ഫോർ യു ഗൈസ്. സോ ബിഫോർ ദാറ്റ് വേദിയിലേക്ക് നമുക്ക് ഇനിയും ദേ ആർ നോട്ട് കംപ്ലീറ്റ് അല്ലേ, വേദിയിലേക്ക് ഇനി ഒരു പൂർണ്ണത എത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ കുടുംബത്തിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഒരു വലിയ കയ്യടിയോടെയും ഒരുപാട് സ്നേഹത്തോടെയും സുചിത്ര ചേച്ചിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം വിസ്മയ മോഹൻലാൽ, ബാബു സർ, പിന്നെ ലാലേട്ടന്റെ സ്വന്തം ശ്രീ ആന്റണി പെരുമ്പാവൂർ, ശാന്തി മാം, and Anisha, Shanti and Anisha. ഇനി ശ്രീ പ്രണവ് മോഹൻലാലിന്റെ ആദ്യ ചിത്രത്തിന്റെ പൂജാ ചടങ്ങാണ്. അതിനുശേഷം ചിത്രമേതെന്നും ഈ ചിത്രത്തിന്റെ വിശേഷങ്ങളും അതിന്റെ വിഷ്വൽസും എല്ലാം നമുക്ക് കാണാം ഈ വേദി. പക്ഷെ അതിനു മുൻപായി പൂജാ ചടങ്ങ്. വേദിയിലിരിക്കുന്ന വിളക്കിൽ തിരി തെളിയിച്ച് പൂജാ ചടങ്ങ് നിർവഹിക്കണമെന്ന് വേദിയിലെ അതിഥികളോട് അഭ്യർത്ഥിക്കുന്നു. പ്രണവ് മോഹൻലാൽ ചിത്രത്തിന്റെ പൂജാ ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത്. ചിത്രത്തിന്റെ പേരിടലും ഇതോടൊപ്പം നടക്കും. പ്രണവ് മോഹൻലാൽ ആദ്യമായി സിനിമയിലേക്ക് എത്തുന്ന സുപ്രധാനമായ ഒരു നിമിഷം കൂടിയാണ്. അതിന്റെ പൂജ കൂടിയാണ് ഇപ്പോൾ നടക്കുന്നത്. തിരുവനന്തപുരത്ത് ആണ് ചിത്രത്തിന്റെ പൂജാകർമ്മം നടക്കുന്നത്. ജിത്തു ജോസഫാണ് ചിത്രത്തിന്റെ സംവിധാനം നിർവഹിക്കുന്നത്. പൂജ ചടങ്ങിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മോഹൻലാൽ ആണ് ആദ്യ തിരി തെളിയിക്കുന്നത്. ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ കുടുംബവും ഒപ്പമുണ്ട്. ഭാര്യ സുചിത്ര, മകൾ വിസ്മയ തുടങ്ങിയവരും ഈ ചടങ്ങിനൊപ്പം ചേരുന്നുണ്ട്.
ഇന്ന് 3 ചടങ്ങുകളാണ് പ്രധാനമായും ഈ ഒരു സുപ്രധാനമായ ചടങ്ങിനൊപ്പം നടന്നത്. ആദ്യം തന്നെ മോഹൻലാൽ ചിത്രമായ ശ്രീകുമാർ മേനോൻ സംവിധാനം ചെയ്യുന്ന മോഹൻലാൽ ചിത്രം ഒടിയന്റെ ടീസർ പുറത്തിറക്കി. അതിനുശേഷം വെളിപാടിന്റെ പുസ്തകം എന്ന ലാൽ ജോസ് മോഹൻലാൽ ചിത്രത്തിന്റെ ടീസറും ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും പുറത്തിറക്കുകയുണ്ടായി. അതിനുശേഷമാണ് ഇപ്പോൾ പ്രണവ് മോഹൻലാൽ ചിത്രത്തിന്റെ പൂജ നടന്നിരിക്കുന്നത്. ജിത്തു ജോസഫാണ് ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത്. ചിത്രത്തിന്റെ പൂജ ചടങ്ങുകൾ തിരുവനന്തപുരത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മലയാള സിനിമ കുറെ കാലങ്ങളായി വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഇന്നിപ്പോൾ മലയാള സിനിമയിലേക്ക് എത്തിയിരിക്കുന്നത് പ്രണവ് മോഹൻലാൽ. അതുകൊണ്ട് തന്നെയാണ് വളരെ സുപ്രധാനമായ ഈ വിധത്തിൽ തന്നെ ഈ ഒരു ചടങ്ങ് നടത്താനുള്ള ഒരു തീരുമാനവും അണിയറ പ്രവർത്തകർ നിശ്ചയിച്ചിരുന്നത്. മോഹൻലാൽ കുടുംബസമേതമാണ് ഇങ്ങനെയൊരു ചടങ്ങിലേക്ക് പങ്കെടുക്കാൻ എത്തിയത്. മോഹൻലാലിന്റെ ഭാര്യ സുചിത്രയും മകൾ വിസ്മയയും ഈ ചടങ്ങിൽ മകനൊപ്പം പങ്കുചേരുന്നുണ്ട്. ചടങ്ങ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്താണ് ചടങ്ങ് നടക്കുന്നത്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മോഹൻലാൽ ചിത്രമായ ഒടിയന്റെ പൂജാകർമ്മമാണ് ആദ്യം നടന്നത്. ശ്രീകുമാർ മേനോൻ സംവിധാനം ചെയ്യുന്ന ഒടിയൻ വളരെ പ്രതീക്ഷയോടുകൂടി പ്രേക്ഷകർ കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ്. വലിയ മേക്ക് ഓവറിൽ മോഹൻലാൽ ആ ചിത്രത്തിൽ എത്തുന്നു എന്നത് തന്നെയാണ് അതിന്റെ വലിയൊരു സവിശേഷത. ഒപ്പം തന്നെ പുലിമുരുകന്റെ പുലിമുരുകൻ സൃഷ്ടിച്ച വലിയ റെക്കോർഡ് ഭേദിക്കുക, അല്ലെങ്കിൽ അത് സമാനമായ ബ്ലോക്ക് ബസ്റ്റർ തീർക്കുക എന്ന ഒരു വലിയ പ്രതീക്ഷയാണ് ഒടിയൻ എന്ന ചിത്രം പങ്കുവച്ചിരുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ ലാൽ ജോസ് ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറക്കി, ടീസറും പുറത്തിറക്കി. അതിനുശേഷമാണ് ഇപ്പോൾ പ്രണവ് മോഹൻലാൽ ചിത്രത്തിന്റെ പൂജാകർമ്മം നടന്നിരിക്കുന്നത്. പ്രണവ് മോഹൻലാൽ ചിത്രം ജിത്തു ജോസഫാണ് സംവിധാനം ചെയ്യുന്നത്. അതിന്റെ പൂജ ചടങ്ങ് പൂർത്തിയായിരിക്കുകയാണ്. താങ്ക് യു എവരിബഡി. ഇനി ഏതാണ് ഈ ചിത്രം? ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവും. എങ്ങനെയായിരിക്കും പ്രണവിന്റെ അഭിനയ ശൈലി? ലാലേട്ടന്റെ ഒരു തോൾ താഴ്ത്തിയുള്ള അഭിനയ ശൈലിയൊക്കെ നമ്മൾ ഒത്തിരി സ്നേഹിക്കുന്നു. അതുപോലെ ഏതെങ്കിലും ഒരു ശൈലി ഉണ്ടാവുമോ പ്രണവിന് സ്വന്തമായിട്ട്? എങ്ങനെയായിരിക്കും പ്രണവിന്റെ ലുക്ക് ഈ ചിത്രത്തിൽ? ഗെറ്റപ്പ് എങ്ങനെയായിരിക്കും? പ്രണവ് മോഹൻലാൽ ചിത്രത്തിന്റെ പേരിടിയിൽ കർമ്മമാണ് ഇനി നടക്കാൻ പോകുന്നത്. പേരിടിയിൽ ചടങ്ങാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന മോഹൻലാൽ ചിത്രം, അതിന്റെ പേര് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ലായിരുന്നു. അതിന്റെ ആ ചടങ്ങുകളാണ് ഇനി പുരോഗമിക്കാൻ പോകുന്നത്. For the first visuals of Pranav Mohanlal's first movie, ആദിയെ നമ്മൾ ആദ്യമായി കാണുന്നു ഇവിടെ ഈ വേദിയിൽ. പ്രണവ് മോഹൻലാലിന്റെ ആദ്യ ചിത്രം ആദി. A loud round of applause. Some lies can be deadly, for sure. Okay, so that was the first ever look of Adi, Pranav Mohanlal's first movie. Ini ചിത്രത്തിന്റെ വിശേഷങ്ങൾ പറയാൻ ആക്ച്വലി വരുന്നത് ക്യാപ്റ്റൻ ഹിംസെൽഫ്, മിസ്റ്റർ ജിത്തു ജോസഫ്. സർ, പ്ലീസ് റിവീൽ ദ സീക്രറ്റ്സ് whichever you can. വലിയൊരു കയ്യടിയോടെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ആദി എന്ന് നമ്മൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഈ ചിത്രത്തിന്റെ വിശേഷങ്ങൾ നമ്മളുമായി പങ്കുവെക്കാൻ. നമസ്കാരം സർ. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇപ്പോൾ പറഞ്ഞ പോലെ അങ്ങനെ വലിയൊരു രഹസ്യങ്ങളൊന്നുമില്ല ഇതിൽ നിന്ന് റിവീൽ ചെയ്യാൻ. ഇനി ഉണ്ടെങ്കിൽ തന്നെ എനിക്കതിപ്പോൾ റിവീൽ ചെയ്യാൻ പറ്റത്തില്ല. ആദി എന്ന് പറയുന്നത് എൻ്റെ ഞാൻ സംവിധാനം ചെയ്യുന്ന എൻ്റെ 9ാമത്തെ ചിത്രമാണ്. ബാക്കി 8 സിനിമയ്ക്കില്ലാത്ത ടെൻഷൻ എനിക്ക് ഈ സിനിമയ്ക്കുണ്ട്. കാരണം ഞാൻ ആദ്യം അപ്പുവിൻ്റെ അടുത്ത് കഥ പറയാൻ ചെന്നപ്പോൾ ഞാൻ കഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഞാൻ അപ്പുവിനോടൊരു കാര്യം പറഞ്ഞു, ഇത് തന്നെ ആദ്യം ചെയ്യണമെന്നില്ല കേട്ടോ, വേറെ രണ്ടാമത് ചെയ്താലും മതി. കാരണം അത്രയ്ക്ക് പ്രഷറുണ്ട് എന്നെനിക്ക് നന്നായിട്ട് അറിയാം. കാരണം ഇതൊരു വലിയ ഉത്തരവാദിത്വമാണ്. ഞാൻ എവിടെ എന്ന് ഇത് അനൗൺസ് ചെയ്തോ അത് കഴിഞ്ഞ് എവിടെ ചെന്നാലും ഇനി അതൊന്നും വേണ്ട, മെസ്സേജായിട്ടും ഫോൺ കോളുകളായിട്ടും എല്ലാവർക്കും അറിയണ്ട എന്താണ് ക്യാരക്ടർ, എന്താണ് കഥ, എന്താണ് പേര്. ഈ ചോദ്യങ്ങൾ ഇങ്ങനെ അവിടേക്ക് അന്യായിട്ട് സംസാരിച്ചപ്പോൾ ഇതിൻ്റെ പൂജയും കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പം ഞാൻ പറഞ്ഞു എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ഒരു പേരുമൊക്കെ അനൗൺസ് ചെയ്തില്ലെങ്കിൽ എനിക്ക് മനസ്സമാധാനം ഉണ്ടാവില്ല. അതുമാതിരി കോൾസ് ഉണ്ട്. കാരണം അന്ന് ഞാൻ മനസ്സിലാക്കി കേരളത്തിലെ മലയാളി പ്രേക്ഷകർ അത്രയും സ്നേഹിക്കുകയും കാത്തിരിക്കുകയും ചെയ്യുന്ന ഒരാളെ വെച്ചാണ്
ഞാൻ സിനിമ ചെയ്യുന്നത്. ഇത്രയും വലിയൊരു ഭാരിച്ച ഉത്തരവാദിത്വം എന്നെ ഏൽപ്പിച്ച ലാലേട്ടനും സുജി ചേച്ചിക്കും എൻ്റെ ഫാമിലിക്കും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. ഞാൻ ആദി എന്ന് പറയുന്ന ഇതൊരു സിനിമ ഒരു കൂട്ടായ്മയാണ്. ഇതിൻ്റെ എല്ലാ അണിയറ പ്രവർത്തകർക്കും വേണ്ടി ഞാൻ പറയുകയാണ്, ഞങ്ങളുടെ കപ്പാസിറ്റിയുടെ മാക്സിമം നിന്ന് വർക്ക് ചെയ്യും. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കൂടെ 2 പടങ്ങളിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തതാണ്. അപ്പോൾ എനിക്കിത് എൻ്റെ ഒരു അനിയൻ്റെ സിനിമ പോലെയാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ എല്ലാ കഴിവിൻ്റെ പരമാവധി ഞാൻ അതിനകത്തേക്ക് തീർച്ചയായിട്ടും ഞാൻ ഇതിനകത്ത് ഉപയോഗിക്കും. പിന്നെ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളൊരു കാര്യം, എനിക്ക് ശരിക്കും നല്ലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ഈ സിനിമയുടെ ആത്മാവായ എൻ്റെ സുഹൃത്തായ ഇതിൻ്റെ പ്രൊഡ്യൂസറായ ആൻ്റണി പെരുമ്പാവൂരിനെ കുറിച്ചാണ് എന്നെ വിളിച്ച് സംസാരിച്ചപ്പം എന്നോട് പറഞ്ഞു, അണ്ണാ ഒന്നുകൊണ്ടും പേടിക്കണ്ട, സ്ട്രോങ് ആയിട്ടാണ് എന്ത് വേണോ അതെല്ലാം ഞങ്ങൾ പ്രൊവൈഡ് ചെയ്തിരിക്കും, സ്ട്രോങ് ആയിട്ട് നമ്മൾ ഒന്നിച്ചു നിന്ന് ഒരു നല്ല സിനിമയായിട്ട് നമ്മളിത് ചെയ്തെടുക്കും എന്ന് പറഞ്ഞ സപ്പോർട്ട് തന്ന ആൻ്റണിക്ക് ഞാൻ എൻ്റെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പിന്നെ എല്ലാ സിനിമയും ഓടണം, എല്ലാ സിനിമയും പരീക്ഷണങ്ങളാണ്, അതിനങ്ങനെ പ്രത്യേകിച്ചൊരു ഫോർമുല ഒന്നുമില്ല. ഇതൊരു ക്ലീൻ എൻ്റർടൈനർ സിനിമയാണ്, വലിയ അവകാശവാദങ്ങളൊന്നുമില്ല. എന്നാൽ ചെറിയ ചെറിയ കൊച്ചു അവകാശവാദങ്ങളുണ്ട്, അത് വഴിയെ നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഇന്നിവിടെ മൂന്ന് സിനിമകളുടെ കുറിച്ച് പരാമർശം ഉണ്ടായി. തീർച്ചയായിട്ടും വെളിപാടിൻ്റെ പുസ്തകവും ഒടിയനും എല്ലാം ഒരു വൻ വിജയമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവർക്കും ആ സിനിമകൾക്ക് എൻ്റെ പ്രാർത്ഥനയും എൻ്റെ സപ്പോർട്ടുമുണ്ട്. താങ്ക് യു സോ മച്ച്. Thank you, Sri Jeetu Joseph, and wish you all the very best. We understand your pressure. എല്ലാം മംഗളമായി തന്നെ വരുമെന്ന് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ കൂടിയുണ്ട്. ഓക്കെ, ലാലേട്ടൻ്റെ ഫ്രണ്ട്ഷിപ്പ് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ആ ഫ്രണ്ട്ഷിപ്പും സ്നേഹവും തന്നെയാണ് ഇന്ന് ഇവിടെ നിരന്നിരിക്കുന്ന ആൾക്കൂട്ടം. എനിക്കറിയാം. അപ്പോൾ ഫ്രണ്ട്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലാലേട്ടൻ്റെ വൺ ഓഫ് ഹിസ് വെരി ക്ലോസസ്റ്റ് ഫ്രണ്ട്, പുള്ളിയെ പറയാണ്ടിരിക്കുന്നത് ഡസൻറ്റ് നീഡ് എനി ഇൻട്രൊഡക്ഷൻ, സുരേഷ് കുമാർ സർ, പ്ലീസ് ഓൺ സ്റ്റേജ് ഫ്യൂ വേർഡ്സ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗുരുത്വവും സൗഹൃദവും നിറഞ്ഞതാണ് നമ്മുടെ ഇന്നത്തെ ഈ വേദി. തീർച്ചയായും ലാലേട്ടൻ്റെ ഒരു വളരെ പഴയ സുഹൃത്തും ഇവരൊരുമിച്ചുള്ള ഒരുപാട് ചിത്രങ്ങളും നമ്മൾ മലയാളികൾ ഒരുപാട് ആസ്വദിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രണവിന് ആശംസകൾ നൽകാനും ഇന്നത്തെ ചടങ്ങിന് ആശംസകൾ അർപ്പിക്കാനും സുരേഷ് കുമാർ വേദി. എല്ലാവർക്കും നമസ്കാരം. വളരെ അധികം സന്തോഷം ഉള്ളൊരു നിമിഷമാണ്. ലാലിൻ്റെ മകൻ ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കുന്നു. അത് എന്നെ സംബന്ധിച്ചോളം അതൊരു വലിയൊരു സന്തോഷം തോന്നുന്ന നിമിഷമാണ്. വേറെ ഒന്നുമില്ല, ഞങ്ങൾ ഒരുമിച്ച് കളിച്ച് നടന്ന ഈ തിരുവനന്തപുരത്ത് തന്നെ, അത് ഈ തൈക്കാട് മൈതാനത്തിൻ്റെ മുമ്പിൽ, അതാണ് അതിൻ്റെ ഏറ്റവും വലിയ സന്തോഷം. എന്ന് വെച്ചാൽ ഈ തൈക്കാട് മൈതാനത്താണ് ഞങ്ങൾ മുഴുവൻ കളിച്ച് നടന്നിട്ടുള്ളത്, മോഡൽ സ്കൂളിലും ഇവിടെയൊക്കെ. അപ്പോൾ അതിൻ്റെ മുമ്പിൽ ഒരു സ്ഥലത്ത് തന്നെ അതൊരു വലിയൊരു നിമിത്തമാണ്. അവിടെ വെച്ച് തന്നെ ഈ പടത്തിൻ്റെ പൂജ, ലാലിൻ്റെ മോൻ അഭിനയിക്കുക, ലാൽ അഭിനയിക്കാൻ തുടങ്ങുന്ന സമയം മുതൽ ഞങ്ങൾ ഒരുമിച്ചാണ് സിനിമയിൽ വന്നത്. ഒരേപോലെ എത്രയോ വർഷം മുമ്പ്, എനിക്ക് 40 വർഷമായി ഞങ്ങൾ സിനിമയിൽ എത്തിപ്പെട്ടിട്ട്. അപ്പം അത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് അതിൻ്റെ ഒരു ലാലിൻ്റെ മകൻ വരുന്നതിന് എല്ലാ നന്മകളും ആയിരുന്നു. ഈ ആദി എന്ന് പറയുന്ന സിനിമ വലിയൊരു വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ശ്രീകുമാറിൻ്റെ ഒടിയൻ എന്ന് പറയുന്ന സിനിമ, അതിൻ്റെ ടീസർ വളരെ ഭംഗിയായിട്ടുണ്ട്, ഗംഭീരമായിരിക്കുന്നു. അതൊരു ഗംഭീര സിനിമയായി മാറും എന്നും പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ നിലനിർത്തും. അത് ശ്രീകുമാറിൻ്റെ ഉത്തരവാദിത്വമാണ്. എന്നുവെച്ചാൽ അതിൻ്റെ ആ ലാലിൻ്റെ ലുക്ക് തന്നെ ഒരു വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ലുക്കാണ്. വളരെ നല്ലൊരു സിനിമയായി മാറട്ടെ. എല്ലാവർക്കും, ലാലിനും കുടുംബത്തിനും എല്ലാ നന്മകളും നേരുന്നു. ഇപ്പോൾ തന്നെ ഇപ്പം ലാൽ ജോസിൻ്റെ പുതിയ വെളിപാടിൻ്റെ പുസ്തകം, അതിന് എല്ലാ ആശംസകളും. ഇതെല്ലാം ചേർന്നുകൊണ്ട് ആൻ്റണിക്കും കുടുംബത്തിനും എല്ലാ ആശംസകളും നേരുന്നു. നല്ല രീതിയിൽ ഈ 3 പടവും ഗംഭീര വിജയമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
വളരെ നന്ദി സുരേഷ് ചേട്ടാ, താങ്ക് യു. ഇനി വേദിയിൽ വീണ്ടും ലാലേട്ടൻ്റെ മറ്റൊരു സുഹൃത്താണ്. നമുക്കെല്ലാം ഇവരെ ഒരുമിച്ച് ഒരുപാട് വിശേഷങ്ങൾ പങ്കുവെക്കുന്നത് ഒരുപാട് ചാനലുകളിലും ഇവരുടെ വിശേഷങ്ങൾ ഒരുപാട് മാസികകളിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. വേദിയിലേക്ക് നമുക്ക് ആശംസകൾ അർപ്പിക്കാൻ സ്വാഗതം ചെയ്യാം ശ്രീ അശോക് കുമാർ. അശോക് ഏട്ടാ ദയവായി വേദിയിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒരു വലിയ കൈയടിയോടെ നമുക്ക് ഇദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. ഇവരെ പോലൊരു സുഹൃത്ത് വലയം ഒരുപക്ഷെ മലയാള സിനിമയിൽ വേറെ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. So let's welcome Ashok Kumar on stage. നമസ്കാരം. എന്നെ ആർക്കും അറിയില്ല. ഞാൻ ഒരു 40 കൊല്ലം മുമ്പ് അപ്പൂൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ ലാലിനെ ഏതാണ്ട് ഈ സമയത്ത് ഏതാണ്ട് ഈ നേരത്ത് പ്രണവ് മോഹൻലാൽ ചിത്രത്തിന്റെ പേരിടിയിലും ഒപ്പം തന്നെ അതിന്റെ പൂജയും ഒക്കെയാണ് നടന്നത്. അതോടൊപ്പം തന്നെ മറ്റ് 2 മോഹൻലാൽ ചിത്രങ്ങളുടെ ടീസറും പൂജയും ഈ ചടങ്ങിനോടനുബന്ധിച്ച് നടന്നു.